ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നിന്നും സ്നേഹം കിട്ടാതെ വന്നപ്പോഴാ ഞാൻ അറിയാതെ രാജുവിനോട് അടുത്തത്. രാജു എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഒന്ന് കടന്നു പോടി മുന്നിന്ന്. ഞാൻ പൊയ്ക്കോളാം അച്ഛാ, ഞാൻ പൊയ്ക്കോളാം. ചെറിയമ്മ കേട്ടില്ലേ, ഞാൻ അച്ഛന്റെ മകളല്ലെന്ന്. ഞാൻ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളല്ലെന്ന്. മകളല്ലാത്ത ഞാൻ ഇനിയും മിനിസ്റ്ററിനെ അച്ഛന്ന് വിളിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് രാജു വിളിക്കുന്നത് പോലെ വർമ്മ സാർ എന്ന് വിളിക്കും. എന്താ മോളെ ഇത്? എന്താ ഇത്? ഇനി മുതല് ഞാൻ വർമ്മ സാറെന്നെ വിളിക്കും. എന്നോട് പറഞ്ഞ വാക്ക് മാറ്റി പറയാതെ ഞാനിനി അച്ഛന്ന് വിളിക്കില്ല. മോളെ, മോളല്ല, ഓർഫൻ, ആരും ഇല്ലാത്തവള്, അനാഥ. മോളങ്ങനെ ദേഷ്യപ്പെടാതെ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ചേട്ടനെ പറഞ്ഞു പോയതല്ലേ. മാഡം ക്ഷമിക്ക. മാഡത്തിന്റെ അച്ഛനല്ലേ പറഞ്ഞ? അച്ഛനോ? എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. അത് സാറാ, വർമ്മ സാർ. മോളെ, അച്ഛനും മക്കളൊക്കെ ആകുമ്പോ വഴക്കൊക്കെ ഉണ്ടാവും. അത് സാധാരണയാണ്. അതൊന്നും കാര്യാക്കണ്ട. അത് അച്ഛനും മക്കളും തമ്മിലല്ലേ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ. എന്റെ അച്ഛനെ പറ്റി ചീത്ത പറഞ്ഞിട്ട് സഹിക്കാതെയാ ഞാൻ അവരുടെ നേരെ കൈപൊക്കിയത്. അവസാനം അച്ഛനും ഒരു ഒന്നായി, ഞാൻ അച്ഛന്റെ മകളും അല്ലാതായി. ചേച്ചിയും തലതെറിച്ച മകനും കൂടിയാ ഈ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാനാ? ചേട്ടനത് മനസ്സിലാക്കുന്നില്ല. അന്ധമായൊരു സ്നേഹം അവരോട്. ഞങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഒരു പരിധിയുണ്ട് മോളെ. രാജുവിനെ കൊടുക്കാൻ ആ 10 ലക്ഷം മോഷ്ടിച്ചത് അവരാണെന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതിന് സംശയമൊന്നുമില്ല. അമ്മയുടെ അറിവോടെ തന്നെ മകൻ ചെയ്തതായത്. ആ കാര്യം പറഞ്ഞ ഞാനും അമ്മയും തമ്മിൽ വഴക്കായത്. അതിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ നിരപരാധിയാണെന്ന് വർമ്മ സാറിന് ബോധ്യാവുകയും ചെയ്തു.
പക്ഷെ മാഡമാണ് വർമ്മ സാറിനോട് പിണങ്ങി ഇറങ്ങിയത്. ഞാൻ വർമ്മ സാറിനോട് പിണങ്ങിയത് മറ്റൊരു കാര്യത്തിനാ രാജു. ആ കാര്യം എന്താണെന്ന് ഞാനും കേട്ടതല്ലേ മാഡം? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലേ? അത് പോട്ടെ മാഡം, അത് മറന്നേക്ക്. എന്റെ ഫീലിങ്സ് രാജുന് മനസ്സിലാകാഞ്ഞിട്ട്. ഒരു അമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല. അച്ഛനെന്റെ മുഖത്ത് തന്നെ നോക്കുന്നത് ഈ അടുത്ത സമയത്താ. പിന്നെ എന്നെ സ്നേഹിച്ചിരുന്നത് ഈ ചെറിയമ്മയാ. അതിന് പലപ്പോഴും അമ്മയുടെ വിലക്കും ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അച്ഛൻ എന്നോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോഴൊക്കെ അമ്മയുടെ ഇടപെടലും ഉണ്ടാവും. എന്താ ഇത്? ഇവിടെ നിന്നും സ്നേഹം കിട്ടാതെ വന്നപ്പോഴാ ഞാൻ അറിയാതെ രാജുവിനോട് അടുത്തത്. രാജു എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതൊന്നും സാരമില്ല. ഒക്കെ എന്റെ വിധി. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ഞാനിവിടെ നിന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ. മോളെ, ചെറിയമ്മയല്ലേ വിളിക്കുന്നത്? മോള് വാ, എഴുന്നേറ്റ് വാ. ഞാൻ വരില്ല. ആരും എന്നെ ആശ്വസിപ്പിക്കാനും വരണ്ട. ഓ, എല്ലാരും പോ. യാമിനി, വാ. പോവാൻ. രാജു, ഇവന്റെ മനസ്സ് കലങ്ങി ഉരുകയാ. ഇത് കാണാനാ എനിക്കിഷ്ടം. അച്ഛനെയും മകളെയും തമ്മിൽ കീരിയും പാമ്പും പോലെ ആക്കാനല്ലേ ഞാൻ ഈ വേലകളും തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞത്. എന്നാലും അത് ഏറ്റു. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയ അടി വീഴുന്ന മട്ടിലാക്കി. പ്രതാപ, ചേച്ചിരിക്കാം. നീ വല്ലാണ്ട് വിഷമിക്കുകയല്ലേ?